താങ്ക് യു. നല്ല സന്തോഷം. ഭയങ്കര പേഴ്സണൽ സിനിമയാണ്. പറഞ്ഞതുപോലെ ഭയങ്കര എന്താ പറയുക, ചെയ്തപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ചെയ്ത സിനിമയാണ്. അത് ഭയങ്കര അത് ഇങ്ങനെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര നല്ല റെസ്പോൺസ്. നല്ല വൈബ്, അടിപൊളി വൈബല്ലേ. അതെ, ക്യാരക്ടർ ഭയങ്കര നന്നായിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അത് നന്നായിട്ട് ക്യാരി ചെയ്യാന്നുള്ളത് മാത്രമേ എഴുതുള്ളൂ. അതൊക്കെ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. തിയേറ്ററിൽ നല്ല കൈയടി കിട്ടുന്നു. അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ ആൾക്കാർ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ടാണല്ലോ ആ കൈയടി കിട്ടുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ട്. ഈ പടത്തിൻ്റെ ഭാഗമാകുമ്പോൾ സന്തോഷമുണ്ട്. തോന്നിക്കേണ്ട നായകരുടെ നോവലാണ്. തീർച്ചയായിട്ട് സംവിധാനമാണ്. എല്ലാ രീതിയിലുള്ള എല്ലാവരും റെസ്പോൺസൊക്കെ അടിപൊളിയായിട്ട് അന്വേഷിക്കുകയാണ്. എല്ലാവരും പടം കണ്ടിട്ട് പറയും. എല്ലാവരും പെർഫോമൻസ് ഒരു രക്ഷയില്ല. ക്യാരക്ടർ ചെറിയൊരു ക്യാരക്ടറാണ്. അതും അടിപൊളിയായിട്ടുണ്ട്. ബേസിക്കലി എല്ലാം ഡയറക്ഷൻ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സിനിമ. താങ്ക് യു. സന്തോഷമുണ്ട്. കാരണം ഒരു സിനിമയാകുമ്പോൾ അതിന് ഭാഗമാകാൻ പറ്റി രസമായിട്ട് വന്നിട്ട് സിനിമ ഭയങ്കര ഇമോഷനാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര രസമാണ്. സ്ഥിരം കോമഡി വേഷങ്ങൾ മാത്രം ചെയ്യുന്ന ബേസിലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നപ്പോഴാണല്ലോ. അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയാമായിരുന്നു. കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു കാരണം നമുക്ക് പല സ്ഥലത്തും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ ക്യാരക്ടർ ഒരു മരിയാനോ എന്ന് പറഞ്ഞ ക്യാരക്ടറും രണ്ടുപേരുടെ ഒരു ഭയങ്കര രസമായിട്ട് എനിക്ക് അമ്പാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ശരിക്കും ഈ സിനിമയിലെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ റിയൽ ബാസ്റ്ററാണ്. ആക്ച്വലി ഉള്ളവരാണ്. എൻ്റെ പേര് ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിന്ദു സുഹൃത്തു കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല ജീവിതം തന്നെയാണ്. ശരിക്കും ആ ഒരു ടൈമിൽ ഏതൊരു കാലഘട്ടത്തിലാണെന്ന് അറിയണം. 2005 ആ സമയത്തൊക്കെ 2005 ഓക്കെ. അപ്പോൾ സ്വന്തം റിയൽ ലൈഫിൽ ഇപ്പം സ്വന്തം കഥാപാത്രം തിയേറ്ററിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? ശരിക്കും ഇതിൽ കാണിച്ചതൊക്കെ ശരിക്കും അനുഭവിച്ച താമസിക്കുന്ന അന്നത്തെ അനുഭവിച്ച അനുഭവങ്ങളെല്ലാം പറയുകയും അത് നോവലാവുകയും പിന്നെ അത് സിനിമയാവുകയും ചെയ്തു. പല കാര്യം ഒരുപാട് ഓർമ്മ വന്നു. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അമ്മമാർക്ക്, പെണ്ണന്മാർക്കൊക്കെ ഭയങ്കര കണക്ട് ആവുന്നുള്ളൂ. രണ്ടുമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു പടമാണ്. ആ രീതിയിൽ താങ്ക് യു. സന്തോഷം. പോട്ടെ. ശരി. നല്ല രസമായിരുന്നു. കാരണം ഈ ഒരു ആർട്ട് ഡയറക്ടർ ഇങ്ങനെ ഒരു ഡയറക്ടറായി എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് അത്ഭുതമായിരുന്നു. ഇത്രയും രസകരമായിട്ടും അതുപോലെ അതിൻ്റെ ഭംഗിയും എല്ലാം അടിപൊളിയായിരുന്നു. എന്താണ് പറയാനുള്ളത്? സന്തോഷം. നമ്മുടെ ഡയറക്ടറായിട്ടല്ലല്ലോ, നമ്മൾ പുതുമുഖ സംവിധാനമായിട്ടാണ് സിനിമയിൽ. ഡയറക്ഷൻ എൻ്റെ ജോലിയായിരുന്നു ഇങ്ങനെ സിനിമയിൽ. പുതുമുഖ സംവിധാനമായിട്ടല്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അനുഭവിച്ചാണ് സിനിമ ചെയ്തത്. പിന്നെ ഇമോഷൻ ഇല്ലാതെ എന്ത് ജീവിതം? ഈ ചുറ്റുപാട് കാണുന്ന കഥാപാത്രങ്ങളുടെ ഇമോഷനാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. ഇമോഷൻ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനൊരു സിനിമ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയുന്ന സന്തോഷം. എല്ലാവരും സിനിമ കാണുക. ഈ ബേസിലും അമ്പാനും അങ്ങനെ ഒരു ക്യാരക്ടറൈസ് പിക്ക് ചെയ്യുമല്ലോ, അതിനകത്ത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇത് വർക്കൗട്ട് ആവുമെന്നും ഉറപ്പായിരുന്നു ഈ ഒരു ക്യാരക്ടറിലേക്ക് അവർ ചൂസ് ചെയ്യാനുള്ള കാരണം? അജേഷിനെ ബേസിനെ പോലുള്ള വേറെ ആരോടെ ചെയ്യാനുള്ള. പിന്നെ അമ്പാൻ ലിജോ നല്ല കസിനിയല്ല, സെഫിയായിട്ട് ലിജോ മോണി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടില്ലേ. പിന്നെ ആനന്ദ് മന്മലൻ അതിൽ അഭിനയിച്ച് ചെയ്തിട്ടില്ല. ആരാണ് മോശം? നന്നായിട്ട് ചെയ്തു. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുണ്ടായിരുന്നു ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്. അവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ സിനിമയിൽ. കൊല്ലത്താണ് ഷൂട്ടിംഗ് നടന്നത്. കൊല്ലം ഒരു വർഷമാണ്. എൻ്റെ കഥ ഇത് ഞങ്ങൾ അനുഭവിച്ച ഒരു കാലത്തുണ്ടായ എൻ്റെ കഥയാണ് സിനിമ. അപ്പോൾ എനിക്ക് കൊല്ലം അറിയാതിരിക്കുന്നത്.
എൻ്റെ ഇമോഷണൽ വികാരമാണ് ഞാൻ ഇത് ചെയ്തത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ നമുക്ക് ഇതിൽ പറയാൻ സന്തോഷം. അപ്പോൾ എല്ലാവരും കാണുക, ഒരാൾ 100 പേരെ വെച്ച് കാണിക്കുക. അതാണ് എൻ്റെ ആ ലൊക്കേഷനിലൊക്കെ ഓൾറെഡി അവിടെ താമസിച്ചാണോ അതോ ആ ലൊക്കേഷൻ ഭയങ്കര ആ അടിപൊളിയായിരുന്നു? ഭയങ്കര ലൊക്കേഷൻ അറിയാം. 8 കൊല്ലമായിട്ട് കൊല്ലത്തുണ്ടായിരുന്ന ആളാണ്. മണ്ഡലത്തൊക്കെ ഒരു 20 വർഷമായിട്ട് അറിയാം. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. ഈ സിനിമയുടെ പുറകെ 20 വർഷമായിട്ട് നടന്ന് നമ്മുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ കൊല്ലത്തുള്ള ഞങ്ങളുടെ മോന്തായൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ജീവിതമാണ് നമ്മുടെ സിനിമയിൽ നിങ്ങൾ കണ്ടില്ല. മറന്ന് ഞാനാ മറ്റേ ശർമ്മ, രാജേഷ് ശർമ്മ, നമ്മുടെ സിനിമ രാജേഷ് ശർമ്മ, അങ്ങനെ കൊല്ലത്തുള്ള മറ്റേ സുഹൃത്തുക്കളുടെ കഥയാണിത്. ഇന്ന് പൊന്നുമായിട്ട് വന്ന ആളെവിടെ പോയി നമുക്കറിയില്ല. അപ്പോൾ പുള്ളി വരികയാണെങ്കിൽ നമ്മൾ ആ പുള്ളിയെ സ്വീകരിക്കുന്നതായിരിക്കും. അതായത് ഇത് BP രാജേഷിൻ്റെ ക്യാരക്ടർ കൊല്ലത്തുള്ള ഒരാളാണ്. അദ്ദേഹം വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. എപ്പോൾ വന്നാലും സ്വീകരിക്കും. അങ്ങനെ ആളെ പിന്നെ ഞാൻ കണ്ടില്ല. അങ്ങനെ അനുഭവമാണ്. ശരിക്കും അജേഷിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്കറിയാവുന്നതാണ്. ഈ ജീവിതം മൊത്തം അവസാനം സിനിമയിലേക്ക് വന്നപ്പോൾ ശകലശാല ചേച്ചികൾ വന്നു, കഥയിലേക്ക് വന്നു, സിനിമയിലേക്ക് മാറ്റം ഒഴിച്ചാൽ ഇത് ഞങ്ങളുടെ ജീവിതമാണ്. നമ്മൾ ഇതിൽ കൂടുതൽ ഇത്രയും നമുക്കത് ഇമോഷൻ ഇല്ലാത്ത മനുഷ്യരുണ്ട്. നമ്മൾ അപ്പുറം ഇപ്പുറം കാണുന്നവരൊക്കെ തന്നെ. നിങ്ങളൊക്കെ അപ്പുറം ഇപ്പുറം കാണുന്ന മനുഷ്യരാണ് ഞാനകത്ത് ചേർത്ത് വെച്ചിട്ട് സിനിമ ഉണ്ടാക്കിയത്. എല്ലാവരും കാണുക, ഒരാൾ 100 പേരെ അറിയിക്കും. വളരെ സന്തോഷം. ബേസിലേറ്ററായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഇതൊക്കെ ഞങ്ങളുടെ കോമ്പറ്റീഷനിൽ കുറച്ച് ഹെവി സീൻസ് ആണ്. ഞങ്ങളങ്ങനെ തമാശ പണ്ടൊന്നും ഉണ്ടായിരുന്നു. മറ്റേ ലൊക്കേഷനിലൊക്കെ അതൊന്നല്ല, ഞങ്ങളുടെ ഈ ഫലപ്പെടാത്ത എല്ലാവരും അതിൻ്റെതായ സീരിയസ്നെസ് ഇതിൻ്റെ ആ ഒരു തീം തന്നെ പല പെൺമക്കളുള്ള കുടുംബത്തിന് നല്ല കണക്റ്റിംഗ് ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ പേഴ്സണലി വല്ല അറിയാവുന്നതുണ്ടോ അതോ? ഒരുപാട് ഫാമിലീസ് ഉണ്ടാവില്ല ഇങ്ങനെ ഈ സീരീസിലല്ല. ഇതേപോലെ കല്യാണം കഴിഞ്ഞ് ഇപ്പം റീസെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള പെൺകുട്ടികളുള്ള ഫാമിലി ആയിക്കോട്ടെ, ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ള ഫാമിലികളുടെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. നിങ്ങൾക്കെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എസ്പെഷ്യലി ഫാമിലീസ്. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. സമൂഹത്തിനൊക്കെ മനസ്സിലായല്ലോ, കുടുംബമായിട്ട് ദയവ് ചെയ്ത് പറഞ്ഞതിലൂടെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ കോൺഫിഡൻസ് ആണ് നമുക്ക് പറയുന്നത് സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. ദയവ് ചെയ്ത്